കേരളത്തിലെ ഗതാഗത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും MCQ മന്ത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ഗതാഗത മന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ഗതാഗത മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ TV തോമസ്. TV തോമസ് ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഗതാഗത മന്ത്രി. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നെങ്കിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. TA മജീദ് ആയിരുന്നെങ്കിൽ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. KP ഗോപാലൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്നു. ഈ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കേരളത്തിലെ ആദ്യത്തെ ഗതാഗത മന്ത്രി TV തോമസ് ആയിരുന്നു. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ലയാണ് ഓപ്ഷൻ സി എറണാകുളം. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്ര? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണമാണ് ഓപ്ഷൻ സി 11. നാലാമത്തെ ചോദ്യം, പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് ഓപ്ഷൻ സി വയനാട്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ദേശീയപാതകളുടെ ആകെ നീളം എത്ര? കേരളത്തിലെ ദേശീയപാതകളുടെ ആകെ നീളമാണ് ഓപ്ഷൻ ഡി 1857.57 കിലോമീറ്റർ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 2024 കണക്ക് പ്രകാരം 1857.57 കിലോമീറ്റർ ആണ്. 2020 കണക്ക് പ്രകാരമായിരുന്നെങ്കിൽ 1782.34 കിലോമീറ്ററുമായിരുന്നു. അപ്പം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ആറാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള കേരളത്തിലെ ജില്ലയാണ് ഓപ്ഷൻ സി കോട്ടയം. ഏഴാമത്തെ ചോദ്യം, KSRTC നിലവിൽ വന്ന വർഷം ഏത്? KSRTC നിലവിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ്? ഓപ്ഷൻ ബി 1965 ഏപ്രിൽ 1 KSRTC നിലവിൽ വന്നത്. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ മേജർ തുറമുഖം ഏതാണ്? കേരളത്തിലെ മേജർ തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി കൊച്ചി. ഒൻപതാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ആദ്യമായി KSRTC ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? കേരളത്തിൽ ആദ്യമായി KSRTC ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ച നഗരമാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരം. പത്താമത്തെ ചോദ്യം, ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏത് ദേശീയ ജലപാതയാണ്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ദേശീയ ജലപാത 5 ആണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം, കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ തിരുവനന്തപുരം. 12ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജിയോസെൽ റോഡ് നിർമ്മിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ജിയോസെൽ റോഡ് നിർമ്മിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ വിഴിഞ്ഞം തുറമുഖം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 13ാമത്തെ ചോദ്യം, KURTCയുടെ ആസ്ഥാനം എവിടെയാണ്? KURTCയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് KURTC? ഓപ്ഷൻ എ തേവര. എറണാകുളം ജില്ലയിലെ തേവരയിലാണ് KURTCയുടെ ആസ്ഥാനം. 14ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരം. 15ാമത്തെ ചോദ്യം, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമേത്? കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമാണ് ഓപ്ഷൻ ബി 1989. 17ാമത്തെ ചോദ്യമാണ്, തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ബന്ധിപ്പിച്ചിരുന്നത് ഓപ്ഷൻ എ കൊല്ലം തിരുനെൽവേലി. 18ാമത്തെ ചോദ്യമാണ്,
ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏത്? ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ് ഓപ്ഷൻ ബി എറണാകുളം ഷൊർണൂർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബന്ധിപ്പിച്ചിരുന്നത് ഓപ്ഷൻ എ തിരൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു. 20ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നമായ ആനക്കുട്ടിയുടെ പേരെന്ത്? കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നമായ ആനക്കുട്ടിയായിരുന്നു ഓപ്ഷൻ ബി മിലു. 22ാമത്തെ ചോദ്യമാണ്, രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി എവിടെയാണ്? രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി എവിടെയാണ്? ഓപ്ഷൻ സി തിരുവനന്തപുരം. 23ാമത്തെ ചോദ്യമാണ്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം ഏതായിരുന്നു? ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി 1999 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ? ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ? ഓപ്ഷൻ ബി 8ാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. 25ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ജല മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ ജല മെട്രോ ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ എ 2023 ഏപ്രിൽ 25 26ാമത്തെ ചോദ്യം, കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം? കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ജങ്കു എന്ന മത്സ്യമാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 27ാമത്തെ ചോദ്യമാണ്, ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ ആദ്യ സംസ്ഥാനമാണ് ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡാണ് ഓപ്ഷൻ ബി INTRV 01. INTRV 01. പഴയതായിരുന്നു എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആയിരുന്നു. INNYY 1 ആയിരുന്നു പഴയ ലൊക്കേഷൻ കോഡ്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. പുതിയ ലൊക്കേഷൻ കോഡ് INTRV 01 ആണ്. ഓപ്ഷൻ ബി ആണ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. 29ാമത്തെ ചോദ്യമാണ്, കുതിരാൻ തുരങ്കത്തിന്റെ നീളം എത്ര? കുതിരാൻ തുരങ്കത്തിന്റെ നീളം എത്ര? ഓപ്ഷൻ ബി 945 മീറ്റർ ആണ് കുതിരാൻ തുരങ്കത്തിന്റെ നീളം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 30ാമത്തെ ചോദ്യം, 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശമേത്? 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് ഓപ്ഷൻ എ കുട്ടനാട്.